ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. സ്വാഗതം പറഞ്ഞുകൊണ്ട് ബൈ ജസ്ന സലീം. അറിയാലോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം ഇന്നത്തേത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ പറയാം എന്ന് കരുതി. ഇന്നത്തെ ഡേ എനിക്കൊരു അമ്പലത്തിൽ പോകാനുണ്ട്. അമ്പലം വരുന്നത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. പക്ഷേ വടകര എന്താ കുത്താളിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലം. നോക്കട്ടെ, മെസ്സേജ് മുകളിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കുത്താളിന്നോ ഇപ്പം എഴുതിയിട്ടുള്ളൂ. മെസ്സേജ് തപ്പി പിടിക്കാൻ പോയാൽ കുറേ സമയം പിടിക്കും. അപ്പം വടകരയാണ് സ്ഥലം. അപ്പോൾ അവർക്ക് അവിടെ ഉത്സവമാണ് 2, 3, 4 തീയതികളിൽ. അപ്പം അതിനെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പോൾ റെഡി ആവണമെന്ന്. സമയം 2 മണിയായി. 4:30 ആകുമ്പോഴേക്കും അവിടെ എത്താനാണ് പറഞ്ഞത്. ഞാൻ ഏകദേശം എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അറിയാമല്ലോ, ഞാൻ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുക. അപ്പോൾ അതുകൊണ്ട് എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ എനിക്കൊരു പ്രമോഷൻ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാനൊരു കോസ്റ്റ്യൂം പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു, അമ്പലമല്ലേ, അമ്പലത്തിലേക്ക് സാരി ഉടുക്കുന്നതല്ലേ കുറച്ചും കൂടി ഒരു ഭംഗി അല്ലേ. ധാവണിയോ പട്ടുപാവാടയോ അങ്ങനെയൊക്കെ ഉടുക്കുമ്പോൾ അല്ലേ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ പിന്നെ സാരി ഞാൻ അമ്പലത്തിലേക്ക് ഉടുക്കാമെന്നുള്ളത് തീരുമാനിച്ചു. അപ്പോൾ ഇനി പ്രമോഷൻ വീഡിയോ ഒക്കെ വേറെ പോയി മേടിക്കണം. അത് വേറെ കാര്യം. ഈ ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് വളരെ മെനക്കെടുള്ളൊരു സംഭവമാണ്. എന്നാലും എടുക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ, ഓരോരോ പ്രോഗ്രാമിനല്ലേ. പിന്നെ ഓൾറെഡി ഇവിടെ ഒരു ധാവണിയും ഒരു ലെഹങ്കയും കിടക്കുന്നുണ്ട്. ധാവണി ഞാൻ ഗുരുവായൂരേക്കേ ഇടുള്ളൂ എന്നുള്ളത് എനിക്കൊരു വാശിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ആശാനം കാണാൻ പോകുമ്പോൾ അല്ലേ നല്ല ഭംഗിക്ക് പോകണ്ടേ. അതുകൊണ്ട് പിന്നെ ധാവണി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നുള്ളത് ലെഹങ്കയാണ്. അത് ഞാൻ എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഏതെങ്കിലും ഫങ്ഷനിടാം ഒക്കെ വിചാരിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഇതാണ്. ഒരു ചെറിയൊരു വീഡിയോ അവർക്ക് പോയി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം. അപ്പോൾ ജസ്റ്റ് കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഞാൻ വീഡിയോ ഫ്രഷായിട്ട് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാനേ സമയം കിട്ടാറില്ല. 4:30 ആകുമ്പോഴേക്കും അവിടെ എത്താനാണ് പറഞ്ഞത്. സന്ധ്യാസമയം ആകുമ്പോഴേക്കും അവർക്ക് വിളക്ക് കൊളുത്തുന്ന സമയം ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്താനാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഇവിടുന്ന് ഒരു 4 മണിക്കെങ്കിലും ഇറങ്ങണം. 4 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഞാനൊരു 3 മണിയാകുമ്പോഴേക്കെങ്കിലും മറ്റേ ഇവൻ ചോദിക്കും പോലെ റെഡിയായോ ജോസഫേ എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മച്ചി എന്ന് പറയണമെങ്കിൽ ഒരു 3 മണിക്കെങ്കിലും ഞാൻ പുറപ്പെട്ട് തുടങ്ങണമല്ലോ. നിങ്ങൾ പറയും പോലെ പുട്ടി അടിക്കണ്ടേ. പക്ഷെ ഞാൻ ഇതുവരെ പുട്ടി അടിച്ചിട്ടില്ല കേട്ടോ, ഇന്ന് വരെ. അതിലൊരു പ്രാവശ്യം നമ്മൾ അമൃത TV-യിൽ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവർക്ക് നിർബന്ധമായിട്ടും ഉള്ളൊരു സംഭവമാണ് മേക്കപ്പ് ഇട്ടിട്ട് ഫ്ലോറിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ എന്നെ തന്നെ കണ്ടപ്പോൾ അരുണ ഒരു സൗണ്ടാ, അയ്യോ ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാ. മാമിനെ ഇങ്ങനെ കണ്ടില്ലല്ലോ, നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഒരാഗ്രഹം അങ്ങനെ കാണാൻ എന്ന്. ലിപ്സ്റ്റിക്കിടും കണ്ണെഴുതും, അതുക്കപ്പുറമൊന്നുമില്ല. തള്ള് എന്ന് പറയണ്ട, നമുക്കൊക്കെ ജന്മനാ കിട്ടിയ കാരണവന്മാരായിട്ട് കിട്ടിയ ഭംഗിയും കോലുവാണേ. അത് പിന്നെ എങ്ങനെയായാലും പോയില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാരിയാണ് ഞാൻ ഇന്നലെ എടുത്തത്. ആ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ പറയാൻ എന്നോട് വിട്ടുപോയി. വളരെ 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 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. കാരണം എനിക്കൊക്കെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പ്രൊമോഷൻ വീഡിയോയിലൊക്കെ ഈ സാധനം പറ്റൂല. അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുന്നതാണ്. അങ്ങനെയാണ് സംഭവം. പിന്നെ എനിക്ക് കൊളാബ് ചെയ്യാനൊന്നും ആരും ഇല്ലടേ.
അതും പോട്ടെ മക്കളെ, എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫോളോവേഴ്സുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും പ്രൊമോഷൻ വീഡിയോസ് വരുന്ന സമയത്ത് ഞാൻ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാറാട്ടോ. എനിക്ക് കാരണം അവർ പേയ്മെൻറ്റൊക്കെ തന്ന് പ്രൊമോഷനൊക്കെ ചെയ്തതിന് ശേഷം അവർക്കൊരു ബെനിഫിറ്റ് ഇല്ല, അവർ കണ്ണ് കടന്ന് പ്രാകും. എന്നാത്തിനാണ് നമ്മൾ ആവശ്യത്തിനധികം നാട്ടുകാരെ പ്രാകുന്നുണ്ട്, പിന്നെ അവരുടെ പൈസ തന്നിട്ട് നമ്മൾ അവരെ കൊണ്ട് പ്രാഗിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആരോടും പേയ്മെൻറ്റ് മേടിക്കാത്തത്. എന്നിട്ടും പേയ്മെൻറ്റ് മേടിക്കാതെയാണ് ഞാൻ കൊളാബ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും ഫ്രീ പിന്നെ പ്രൊഡക്റ്റ് തരാതെ കൊളാബ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കുന്ന ചില ലവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. തല്ലേ എന്തോ ആവട്ടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയാനും കാണിക്കാനൊന്നും എനിക്കൊന്നുമില്ല. കുളിക്കുക, സാരി എടുക്കുക, കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുക, തോണ്ടേ പോവുക. മുടിയും കൂടി ഒരു സ്ലൈഡ് പോലും വെച്ചിട്ട് കെട്ടാത്ത ഒരാളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടി പോലും നമ്മളെ അടുത്തില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്നിട്ടേ അപ്പോൾ റെഡി ആവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. കാരണം ആ സമയത്ത് തിരക്ക് പിടിച്ചിട്ട് ഓടുനോട്ടത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏതാ അമ്പലം എന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും മുത്തപ്പൻ്റെ അമ്പലമാണെന്ന് തോന്നുന്നു. എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് മുത്തപ്പനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതോ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. കൃഷ്ണൻ്റെ അമ്പലം 30-ാം തീയതിയാണ് തുറക്കുക എന്ന് പറഞ്ഞു. വർഷത്തിലൊരിക്കൽ മാത്രമേ കൃഷ്ണൻ്റെ അമ്പലം തുറക്കലുള്ളൂ, അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു എന്നോട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ പോയിട്ട് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം പറ്റുമെങ്കിൽ ഞാൻ ഒരു ഫോട്ടോ സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ എന്ന് എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിന്നെ ബൈ പറയട്ടെ എന്ന് പറഞ്ഞിരുന്ന ബാക്കി ഇതിൻ്റെ പുറകെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. പോകുന്നതൊക്കെ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവട്ടെ. കാരണം മുടി ഉണങ്ങുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പല വീഡിയോസിൻ്റെതായാലും പിള്ളേച്ച ലതുണ്ടല്ലോ, ലതിൻ്റെ ചുവട്ടിൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്യൂവാണ്. വീഡിയോസിലൊക്കെ വളരെ ബോറായിട്ട് തോന്നും. അപ്പോൾ അത് ഒഴിവായി കിട്ടാൻ കുറച്ച് നേരത്തെ കുളിച്ച് തല ഉണക്കി വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ മെല്ലെ കുളിക്കാനൊക്കെ ഉള്ള കാര്യം നോക്കട്ടെ. അപ്പം ഒരു എന്താണ് ഇന്നത്തെ പരിപാടി എന്നുള്ളതൊന്ന് പറഞ്ഞു വെക്കാമെന്ന് കരുതിയിട്ടെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ബാക്കിയൊക്കെ വയ്യ വരുന്നുണ്ട്, കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലല്ലേ എനിക്ക് ജീവിച്ച് പോകാൻ പറ്റുള്ളൂ. ഓക്കെ എന്നാൽ ശരി. അങ്ങനെ ഗൈസ് ഞാൻ പോകാനൊക്കെ റെഡിയായി. 3 മണിയായിട്ടുണ്ട്, 4:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അരുണേട്ടനുണ്ട്. അപ്പോൾ അരുണേട്ടനെ ഞാൻ അരുണേട്ടൻ അമ്പലത്തിൽ പോകുന്ന ലുക്ക് നോക്കി. അരുണേട്ടാ അരുണേട്ടൻ ഭയങ്കര ഷൂ പൊട്ടിയിട്ട് മറ്റേ ലേസ് പോയി നായി കടിച്ചിട്ട് ലേസ് പോയി പോയതാണ്. അപ്പൊ ഞാനത് തുന്നി കൂട്ടി കെട്ടാൻ നോക്കിയപ്പോ ജസ്മോള് പറഞ്ഞ് വേറെ വാങ്ങി തരാന്ന്, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ്. അപ്പോ അർണാട്ടൻ നല്ല മഴ മഴ എന്താ അല്ല എവിടുന്നാ എടുക്കേണ്ടി എങ്ങനെയാക്കേണ്ടതില്ല. എന്റെ കോസ്റ്റ്യൂം ഇതാണ്, ഇന്നലെയാണ് ഞാൻ പോയി മേടിച്ചത്. എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയാം. ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങട്ടെ. വലിയ നല്ല മഴ വരുന്നുണ്ട്. എവിടുന്നാ വീഡിയോ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, മഴയത്ത് എങ്ങനെ എടുക്കും എന്നുള്ളതും എനിക്കറിയില്ല. പോയി നോക്കട്ടെ, പോയി നോക്കിയിട്ട് പറയാട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടെയും പോകാനുള്ളത്? പുറമേരിയാണോ അകമേരിയാണോ എന്ന് എനിക്കറിയില്ല. വടകരയാണ് എന്നുള്ളത് എനിക്കറിയാം. നീ ഇവിടെ ഇറങ്ങുവോ? നീ ഇവിടെ ഇറങ്ങുവോ? എനിക്ക് വീഡിയോ എടുക്കണ്ടീനും. വീഡിയോ എടുക്കുമ്പോ
ഞാൻ മര്യാദക്ക് ഷൂ ഇട്ടില്ലല്ലോ, നാളെ പോ ഷൂ ഇല്ലല്ലോ. ലിപ്പ് കറക്റ്റ് ആവൂലേ, ഇവനെ കാണുമ്പോൾ തന്നെ എനിക്ക് വിറയല് തുടങ്ങും. നേരെ മറിച്ച് എന്റെ മോനാണ്, എനിക്ക് അതൊരു വിഷയമല്ല. മോൻ എന്നെ ഒച്ചിടൂലാലോ, തിരിച്ച് ഞാൻ മോൻ ഒച്ചിടുകയാണല്ലോ. അപ്പൊ ഇവൻ ഒച്ചിടുന്നതിന് ഞാൻ എന്താക്കി, ഷൂവിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഷൂ മേടിച്ചു തരും. അത് കേട്ട് നിങ്ങള് എല്ലാരോടും വന്നിട്ട് അരുണിന് ഷൂ എന്ന് പറഞ്ഞ് നിങ്ങള് പ്രകടനം നടത്തണം കേട്ടോ. മുഖ്യമന്ത്രി രാജിവെക്കുക, അരുണിന് ഷൂ കിട്ടിയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്നിട്ട് എവിടെ പോവാണ് ഇവനുണ്ടല്ലോ, പണിക്ക് ദിവസം പോവും, സാലറി കിട്ടിയാ എന്നോട് പറയൂല. എന്നിട്ടുണ്ടല്ലോ എന്റെ ചെലവിന് ജീവിക്കുന്ന ഉളുപ്പും മാനും ഉണ്ടോ പ്രിയേ? ചോയ്ക്ക് പ്രിയേ, പ്രിയേ അത് അതില് പോവാൻ പറ്റുമോ ഏട്ടായിയെ? എന്തെന്നാ ഏട്ടായിയെ, ഈ ചേട്ടായി ഉണ്ടല്ലോ നേരാ വഴിക്ക് പോവില്ല. ഏതെങ്കിലും ഊടുവഴി ഉണ്ടെങ്കിൽ അതില് മാത്രം പോകുന്ന ചേട്ടായിയാ മനുവേട്ടൻ. അരുണേട്ടന് പുതിയ പേരിട്ടോ, മനുവേട്ടൻ. സഞ്ജു അറിയാ, അത് പൊളിച്ചിക്ക് മോന് നല്ലോണം കയറി പോവുകയും ചെയ്തിക്ക്. എന്റെ മനുവേട്ടാ, വണ്ടി അങ്ങാ തിരിച്ചാല് കള്ള ഹിമാറ എന്റെ സ്വഭാവം നീ അറിയും. എന്റെ തേരി ബാത്ത് ഹേ ഞാൻ അങ്ങ് ആക്കൂ വണ്ടി അങ്ങാൻ തിരിച്ചാല്. അപ്പൊ അങ്ങനെയാണ്. ഇനി പ്രൊമോഷൻ വീഡിയോന് വേറെ ഡ്രസ്സ് മേടിക്കണം, അത് അരുണേട്ടൻ മേടിച്ചു തരും. എവിടൊക്കെ ഷോപ്പുണ്ട്? പിന്നെ ഇന്ന് ഒന്നല്ല, ഇന്ന് വേണമെങ്കിലും മേടിച്ചു തരാം. പൈസ ആരും കൊടുക്കൂ? ഞാൻ ATM കാർഡ് എടുത്തില്ലല്ലോ. വണ്ടി അങ്ങാൻ തിരിച്ച ഗൈസ്, ഞാൻ ഈ വീഡിയോ കട്ടാക്കുന്നില്ല. വണ്ടി അങ്ങാൻ തിരിച്ച അന്റെ വലിയ പെരുന്നാൾ ഇന്നായിരിക്കും. വണ്ടി പോകുന്നുണ്ട്. അങ്ങനെയാണ്. ഇങ്ങങ്ങാ വണ്ടി തിരിച്ചാല് അന്റെ മയ്യത്ത് ഞാനിപ്പോ എടുക്കും. എനിക്കെന്താടി ഒരു കറുപ്പ് കളറ്? അച്ഛന് സുഖം തന്നെയാണോടെ? അതിനാ മതി. അപ്പൊ അങ്ങനെയാണ്. അച്ഛനും അമ്മയും ചോറ് കൊണ്ടുവരും. നമുക്ക് എന്റെ പൊന്നാര ഗൈസ് ഞാൻ കാണിച്ചു തരാം. ആ കാട്ട് റോഡിന് പോകുന്ന കണ്ടോ, ബൈപ്പാസ് നല്ലോണം ഉണ്ടായിട്ട്. അതല്ല, റോഡ് നല്ലോണം ഉണ്ടായിട്ട് ഈ ഓട് വൈക്കൂടെ കൊണ്ടോണം കണ്ടോ. ഏടെങ്കിലും താന്ന് പോണം. മറ്റേ പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ താന്നേണ്ട അതില്. ഇനി സോഷ്യൽ മീഡിയയിൽ അതൊന്നും കണ്ടില്ല. തള്ളു ഹെലികോപ്റ്റർ തള്ളുന്നത്. അതേപോലെ അങ്ങാ തള്ളണ്ട അവസ്ഥ വന്ന ഞാൻ തള്ളു. നീ തള്ളു. നീ രണ്ട് കഥ പറഞ്ഞാ മതി. വണ്ടിയിലത്തെ വണ്ടി തന്നെത്താൻ ഓടും. നാളെ ഞാൻ അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ നാളെ KSRTC കണ്ടക്ടർ ആണെന്ന് പറഞ്ഞു. കേറിപ്പിടിട്ടോ. കണ്ടക്ടർമാർക്ക് ഞാനിട്ട പേരാണ് കേറിപ്പിടി. ഇനിയിപ്പോ ബസ്സിലെ കണ്ടക്ടർമാരുണ്ടെങ്കിൽ ജസ്റ്റിന സലീം ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറയരുത്. ഞാൻ തമാശ രൂപത്തിലാണ് പറയുന്നത്. കാരണം കണ്ടക്ടർമാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ആണ് ചേച്ചി കേറിപ്പിടി, കേറിപ്പിടി. അവരെ പിടി എന്നല്ല, കേറിപ്പിടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പി പിടിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പേ നീ നാളെ കണ്ടക്ടറായിട്ട് പോയാൽ എനിക്കെങ്ങനെ സ്റ്റേജ് അറിയും? അതിന്റെ മുകളിൽ സ്റ്റേജ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ സ്റ്റേജ് എന്താണെന്ന്. കാരണം എന്റെ വീഡിയോസ് 99% കാണുന്നത് ലേഡീസ് ആണ്. അപ്പൊ കണ്ടക്ടർമാരുടെ സ്റ്റേജ് എന്താ എന്ന് ചോദിച്ചാൽ ഓരോരോ സ്റ്റോപ്പിനും ഓരോരോ സ്റ്റേജ് എന്നാ പറയാ. അല്ല, ഇത്ര ലിമിറ്റ് വരെ എന്ന് ഓരോരോ പൈസ ഉണ്ടല്ലോ. മിനിമം ചാർജ്, അത് കഴിഞ്ഞിട്ട് ഒരു ചാർജ്, അതിന് സ്റ്റേജ് എന്നാ പറയാ.
അത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ വീഡിയോസ് പകുതി മുക്കാലും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ലേഡീസുകളാണ് കാണാറ്. അപ്പോൾ അരുണ് KSRTC പോയിട്ട് സ്റ്റേജ് എണ്ണി എനിക്ക് അടുത്ത കമൻറ്റ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി അമ്പലത്തിലെത്തിയിട്ട് അമ്പലത്തിൻ്റെ ഡീറ്റെയിലൊക്കെ പറയാം കേട്ടോ. ടാറ്റാ. അങ്ങനെ ഏകദേശം നമ്മൾ സ്ഥലത്താറായിട്ടോ. ഏതമ്പലം? പുതിയോട്ടമ്പലം. എനിക്കതിന്റെ അങ്ങോട്ട് പോയേ ഓൻ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ടാക്കി. എനിക്ക് അമ്പലത്തിന്റെ പേര് പറയാൻ അറിയില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ പേരൊക്കെ പറയാതെ നോക്കാതെയാണ് പോയത്. ചിലത് നമുക്ക് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എനിക്ക് ആ ഇതൊക്കെ എന്തൊക്കെ പറയാ, നോട്ടീസിന് പ്രോസ്പെക്ട്സ് അതെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനെല്ലാം നോക്കിയിട്ടുണ്ടായി, പിന്നെ എന്നോട് മറന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് അമ്പലത്തിലെ ഉത്സവം 1, 2, 3 തീയതികളിലാണ്. അപ്പം അതിനെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. കൃഷ്ണൻ്റെ അമ്പലം തുറക്കം 30-ാം തീയതി. അന്ന് പറ്റുമെങ്കിൽ ഞാൻ വന്നൊരു ഫോട്ടോ സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ കാര്യങ്ങളാണ്. എപ്പോഴാ മൈഗ്രെയിൻ വന്നിട്ട് നമ്മൾ ആശുപത്രിയിൽ അരുണാട്ടനെ കൂട്ടുപിടിച്ചിട്ട് നിൽക്കാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ വണ്ടിയല്ല, എൻ്റെ ദൈവത്തിൻ്റെ വണ്ടി. ഗോകുലം ഗോപാലേട്ടൻ്റെ സ്കൂൾ ബസ് കണ്ടിട്ട് പറഞ്ഞതാ, അച്ഛൻ്റെ സ്ഥാനമല്ല കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ സ്ഥാനമാണ് കൊടുക്കുന്നത്. അയ്യപ്പനോ മുത്തപ്പനോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അതല്ലേ ഞാൻ എൻ്റെ റെസീറ്റ് ഒക്കെ എനിക്ക് 5 മിനിറ്റ് വരുമ്പോഴേക്കും മെസ്സേജ് ഇങ്ങനെ ഒരുപാട് വന്നോടുന്നു. അപ്പോൾ അയച്ച ആളുടെ മെസ്സേജ് കാണുന്നില്ല. എന്നോട് വിട്ടുപോകുന്നു പേര് സേവ് ചെയ്തിട്ടാണ്. അപ്പം അങ്ങനെയാണ് ഗൈസ്. പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കുന്നാല് ഏതാണ് അമ്പലം എന്ന്. എടാ മുത്തോണിയാ, ഈ പുതിയോട്ട് അമ്പലം ഏതാ? ആണോ? വാക്കരിക്കോ? ഇങ്ങനെ ആരെയും കേറി ചെന്നോളൂ കേട്ടോ. തട്ടിക്കൊണ്ടൂലേ? നിങ്ങളെ രണ്ടാളെയും ഞാൻ തട്ടിക്കൊണ്ടായ എന്താക്കൂ? ഞാന് അങ്ങോട്ടേക്കാണ്. ഒരാളോട് പോയി ചോദിച്ചത് അപ്പോൾ ഞങ്ങളും അങ്ങോട്ടേക്കാണ് തന്നെ കൂടെ കൂടി ഞങ്ങൾ കൊണ്ടോട്ടോ ട്ടോ. എത്ര പഠിക്കുന്നത്? 6 രണ്ടാളും +1. ഏത് സ്കൂളിൽ? പുറമേരിയാ? കല്ലാച്ചിയാ? പയന്തോങ്ങാ? പയന്തോങ്ങ് എന്ന് പറയുമ്പോ കയറ്റം കയറിയുള്ള സുഖായില്ലെന്ന്. ഞങ്ങക്ക് ഗൂഗിൾ മാപ്പ് ഇടണ്ട, ഒന്നും ഇടണ്ട. കറക്റ്റ് സ്ഥലം കാണിച്ചു തരാൻ ഞങ്ങളുടെ കൂടെ ആള് കയറിക്ക്. ഒന്ന് കാണട്ടെ, നാണാട്ടോ. ഒരമ്പലത്തിന്റെ അടുത്തെത്തിച്ചിട്ടുണ്ട്. അമ്പലം ഏതായാലും വഴി തെറ്റാതെ കറക്റ്റ് ഒന്ന് എത്തിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. എന്റെ പേരെന്താ? ആദികൃഷ്ണയാണ് ഇവിടം വരെ എത്തിച്ചു തന്നത്. നമസ്കാരം. വഴി തെറ്റാതെ ഞങ്ങൾ ആള് ഇവിടെ എത്തിച്ചു തന്നു. ഞങ്ങൾ വഴി ചോദിച്ചതായി. അപ്പൊ ഇങ്ങോട്ട് അങ്ങോട്ടാ ഞങ്ങൾ ഒന്ന്. ഞാൻ കൊയിലാണ്ടി. കുറുവങ്ങാട്, നമ്മൾ താമരശ്ശേരി റോഡ്. ഞാൻ ഓനോട് പറഞ്ഞു ഓനെ കൊണ്ട് ഞാൻ അങ്ങ് പോകും. ഞങ്ങൾ അവിടെ നിന്ന് വഴി ചോദിച്ചതാ.
ഇവിടെ ഇത് ഒരു പ്ലഗ് വെച്ചേ നിന്റെ ബാക്കിലെ സ്ക്രീൻ വെച്ചേ മുത്തോട്ട് വരുന്നുണ്ടെന്ന് കുറേ അറിയാം പറയും നോട്ടീസ് നിങ്ങൾ ഒന്നെനിക്ക് തരുമോ? ഒന്നെനിക്ക് തരുമോ? ഒന്ന് താടോ. ചായ പഞ്ചസാര ചായ ഉണ്ടോ? ചായ വേണ്ട, പഞ്ചസാര മധുരം കുറച്ച് മതി എനിക്ക്. ഒന്നെനിക്ക് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് തരൂ ഒന്ന്. ഒന്നേടാ, ഒറ്റ പ്രാവശ്യോ നീ വാങ്ങിക്കോട്ടെ. ഒന്ന് എനിക്ക് തരുവോ പ്ലീസ്? മാമ തരുമോ? ഇട്ട് തരാ. എടോ പ്ലീസ് എടോ. അച്ഛൻ വാങ്ങി തന്നാ? അച്ഛൻ വേറെ മാമ ഇട്ടോക്കട്ടെ. മാമ ഇട്ടോക്കി തരാം. ഇങ്ങോട്ടോ ഇവിടോ. ഞാനൊന്ന് ഇട്ട് വെക്കട്ടെ. പോണ്ട. ഒറ്റ പ്രാവശ്യം, ഒരു പ്രാവശ്യം ഇട്ട് നോക്കട്ടെ. ഒരു പ്രാവശ്യം ഞാനിപ്പോ കരയൂ. ഒരു പ്രാവശ്യം ഒന്ന് താടോ. ഇട്ട് നോക്കിട്ട് തരൂ. ഞാൻ ഇട്ട് നോക്കിയപ്പോ തരൂ. ഉറപ്പ്, പ്രോമിസ്. കുഞ്ഞിന് തരൂ, തിരിച്ചു തരൂ. തരുവോ? ഒന്ന് താടോ. അങ്ങനെ പറയല്ലോ. ഇട്ട് നോക്കട്ടെ. ഞാൻ ഒന്ന് ഞെക്കി നോക്കട്ടെ. ഇങ്ങോട്ട് വാ മാവേ, ഇവിടെ വാ. അതിൽ സൗണ്ട് കേൾക്കുന്നോ? സൗണ്ട് ഉണ്ടോ അതില്? ഇല്ലമ്മോ. ചെന്നോക്ക്, എല്ലാം കിട്ടും. ചെന്നോക്ക്, നോക്കി നോക്ക്. ഇപ്പൊ സോപ്പെങ്കിലും കിട്ടും. തിരിച്ചു തരും കുഞ്ഞിന്. ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചു തരൂ. എനിക്ക് വാങ്ങിക്കൊടുത്തത് നന്നാക്കിയില്ലേ? ഇവിടെ എത്തി ചായ കുടിക്കാണ്. അമ്പലത്തിൽ വിളക്ക് വെച്ചിട്ടില്ല. വിളക്ക് വെച്ചതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പഴയ തറവാട് വീടാട്ടോ ഇത്. ഇവിടെ വർഷത്തിലൊരിക്കൽ മാത്രമേ ആൾക്കാർ താമസിക്കുള്ളൂ പോലും. അത് ഉത്സവ സമയത്ത്. അല്ലാത്ത സമയത്ത് ഇവിടെ അടച്ചിടലാണ്. പിന്നെ അമ്പലത്തിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇവിടെ പഴയ തറവാട് വീടുണ്ടല്ലോ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്നേ അതേപോലെ. ഉമ്മറത്തൊരു മറ്റേ വിളക്ക് ഇങ്ങനെ തൂക്കി ഇട്ടെടുക്കുന്ന ഒരു വിളക്കില്ലേ, ചെയ്തിട്ട് വന്നാട്ടോ. ഇറച്ചി മീനൊന്നും കൂട്ടിയിട്ടില്ലേ? ആഞ്ഞിരാത്. പാലിന് അങ്ങനെ തലയെല്ലാം ഉണ്ടാവും. ഗുളികനുണ്ട്.
അങ്ങനെയൊന്നല്ല, അത് ഓരോരുത്തർക്ക് ഓരോരോ സാധനം. അത് ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് എവിടെ ഏതൊരു ദൈവത്തിന് എവിടെയും നിൽക്കാം. ഓരോരുത്തർക്ക് ഓരോരോ ഇതിൽ നിൽക്കുന്നത്. നടന്നോ. വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാറ്റിയെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ അമ്പലത്തിൻ്റെ പടികളിൽ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചൊന്ന് പെടാപ്പാട് പെട്ടു കേട്ടോ. കാരണം അമ്പലത്തിൻ്റെ പേരും അവിടുത്തെ നടത്തുന്ന പൂജ, എന്താ പറയുക, പൂജയോ ഓരോരോ കർമ്മങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങനെ കേട്ടും പറഞ്ഞും ശീലമില്ലാത്തത് കൊണ്ടാട്ടോ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞത്. എന്നാൽ പോലും ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നമസ്കാരം, ഞാൻ ജസ്ന സലീം. വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വരുന്ന നവംബർ 2, 3, 4 തീയതികളിൽ സ്വർണ്ണപ്രശ്നം നടക്കുന്നതാണ്. 2-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ട്, ഭഗവതി വെള്ളാട്ട്, കുട്ടിച്ചാത്തൻ വെള്ളാട്ട് നടക്കുന്നതാണ്. അതുകൂടാതെ 3, 4 തീയതികളിൽ സ്വർണ്ണപ്രശ്നവും നടക്കുന്നതാണ്. അന്നേ ദിവസം എല്ലാ ഭക്തജനങ്ങളെയും വെള്ളൂർ പുതിയോട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെള്ളൂർ പുതിയോട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ കണ്ണന്റെ പ്രതിഷ്ഠയുടെ ഉണ്ട് കേട്ടോ. കണ്ണന്റെ പ്രതിഷ്ഠയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. മാസത്തിൽ ഒരിക്കലാട്ടോ ഈ ഒരു അമ്പലം തുറക്കാറുള്ളത്. അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ കണ്ണൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് കരുതി ഇവിടെ മഞ്ചാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വരുന്ന 30-ാം തീയതിയാണ് ഈ ഒരു അമ്പലം തുറക്കുന്നതെന്നാണ് പറയുന്നത്. മാസത്തിൽ ഒരിക്കലാണ് ഇവിടെ പൂജ നടത്തുന്നത്. അപ്പോൾ ഇവിടെ കണ്ണൻ്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, എന്താ പറയേണ്ടതെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഏതായാലും കണ്ണൻ്റെ നടക്ക് മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയത്, നട തുറന്നിട്ടില്ലെങ്കിലും കണ്ണൻ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഇവരൊക്കെ കേട്ടോ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ. ഈ ചേട്ടനാട്ടോ എന്നെ അങ്ങോട്ട് വിളിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നല്ല പെരുമാറ്റമുള്ള മനുഷ്യർ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ റെയറായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷമായി. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും അമ്പലം കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നാര മക്കളെ, ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലം. എന്തോ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ വീഡിയോ എല്ലാം ഞാൻ യൂട്യൂബിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനെക്കാട്ടിലും അവിടെ നാട്ടുകാർ എടുത്ത് പറയണം, നല്ല മനുഷ്യന്മാർ കേട്ടോ. നല്ല അമ്മ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ അടുത്ത ഏതെങ്കിലും അമ്മേനെ കണ്ട് അതല്ല കേട്ടോ, അവിടുത്തെ ഭഗവതിനെ മുത്തപ്പനുണ്ട്, മുത്തപ്പനുണ്ട്, ഭഗവതി ഉണ്ട്, പിന്നെ ആരെ കൃഷ്ണൻ ദൈവമുണ്ട് പറഞ്ഞാല് പറയാൻ പറ്റില്ല. കാരണം എത്ര ദൈവം ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ ഫുൾ ദൈവം ഓരെന്നെ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ ദൈവം. കുട്ടിച്ചാത്തൻ, പിന്നെ പൊട്ടത്തിയമ്മ, പൊട്ടൻ ദൈവം, പിന്നെ കൃഷ്ണൻ, ഭഗവതി, മുത്തപ്പൻ, കുട്ടിച്ചാത്തൻ, പൊട്ടൻ ദൈവം, പൊട്ടത്തിയമ്മ, പിന്നെ വനകാളി, നാഗകാളി, പിന്നെ ഗുളിക, ഓരോതാണ്. ഇഷ്ടം പോലെ ദൈവമുണ്ട് അവിടെ. എത്ര ദൈവം ഉണ്ടെന്ന് പറയാൻ തന്നെ പറ്റില്ല.
അമ്പലം ഫുള്ള് ദൈവം. ഇങ്ങനെ ഇങ്ങനെ കുറെ കുറെ ഞാൻ അങ്ങനെ മനസ്സിലായി. ഞാൻ ഏതെങ്കിലും കാലത്ത് നന്നാവുകയാണെങ്കിൽ അവിടെ ഒരു പറഞ്ഞു കിട്ടോ ഫുള്ള് എന്താ പറയാ എല്ലാ ദൈവത്തെ തിരയും കൂടി നടത്താനാവൂല. കാരണം ഒന്നാമത് കുറെ ദിവസം പിന്നെ ഫണ്ടിന്റെ കാര്യം ഉണ്ടാവില്ല എല്ലാ തരത്തിനും. എന്നെങ്കിലും ഈ അരുണ് നന്നാവുകയാണെങ്കിൽ പൈസയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഉത്സവം ഒരു പ്രാവശ്യം ഞാൻ കഴിക്കും. ഫുള്ള് ഉത്സവം എല്ലാ ദൈവത്തിന്റെ എല്ലാ തെറി സകല തെറി. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഇനി നേരെ വീട്ടിൽ പോകണം, കുളിച്ച് ഫ്രഷ് ആവണം, അത്ര തന്നെ. ഓക്കെ, ബൈ ബൈ പറ. ബൈ ജസ്റ്റ് അസ്ലീം. ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് അങ്ങനെയാണ്. ബൈ ഫ്രം ജസ്റ്റ് അസ്ലീം. ഓക്കെ. പൂജ. കള്ളരിമാറി. എത്ര വരുന്നേ? ഗൈസ് കണ്ടോ ഗൈസ്? അത്ര കായില്ല മല്ലയ്യ. ഇവിടെ ബാറ്റയുടെ ഷോറൂം ഉണ്ടോ നോക്കുന്നില്ലേ? നല്ല ഇവിടെ ഉണ്ടല്ലോ ബാറ്റയുടെ ഷോറൂം. കള്ളപ്പന്നി. പറഞ്ഞോ ഗൈസ്, ഞാൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു ഉള്ളത്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തോ എന്നെ കുറിച്ച് ആരോ പരാതി കൊടുത്തു. അതൊന്നല്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വളരെ വൾഗറായിട്ട്, കുറച്ച് മുമ്പോട്ട് വെക്കുക, വളരെ വൾഗറായിട്ട് ഒരാള് മെസ്സേജ് അയച്ചു. അപ്പം വളരെ വൾഗറായിട്ട് എന്ന് വെച്ചാൽ വളരെ വൾഗറായിട്ട് ഓന്റെ നമ്പറും ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് വിളിച്ചിട്ട് തെറി വിളിച്ചു. അന്ന് സൈലന്റ് ആക്കരു അരുണ് വിളിച്ചിട്ട് തെറി വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സ്റ്റേഷനിലുള്ളവർക്ക് വിത്ത് സെക്കൻഡ് അഡ്രസ്സും ലൊക്കേഷനും ഒക്കെ കിട്ടുമല്ലോ. വിത്ത് സെക്കൻഡിലാണ് നിൽക്കുന്ന സ്ഥലം സഹിതം ഒരു 2 മിനിറ്റിനുള്ളിൽ നമ്മളെ അങ്ങനെ എടുത്തു നോക്കുമ്പം മൂപ്പരോട് വിരോധമുള്ള ആരോ ഒന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിന്ന് ഓൻ തുടങ്ങിയിട്ട് ഓനാണ് ഈ വൃത്തികെട്ട മെസ്സേജുകളൊക്കെ അയക്കുന്നത്. ആ ബാറ്റയിലൊന്ന് കയറി ചെല്ലേ. അപ്പൊ എന്നിട്ട് വളരെ വൃത്തികെട്ട മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ അയച്ച് ഫോട്ടോയും ഓന്റെ ഫോട്ടോയും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് നോക്കുമ്പം എസ് ഐ സാറും പറഞ്ഞ് അവനല്ല, വേറെ ആരോ പണി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറയാനും ഇതാക്കാനൊക്കെ പോയതാണ്. പോയി കംപ്ലൈന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തില്ല കേട്ടോ. മറ്റേ അയാൾ പരാതി കൊടുക്കാന്ന് പറഞ്ഞ് നേരത്തെ അടുത്ത് ഷൂ നോക്കാണ്ട് രണ്ടാമത്തെ അടുത്തേക്ക് വന്ന നല്ല ഷൂ കണ്ടിട്ട് വാങ്ങാണ്ട് പോവും.